ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും ദേശീയ പരീക്ഷാ ഏജൻസിയും ബുധനാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്. ആർത്തവ അവധി സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് നയരൂപീകരണം നടത്താൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. ഝാർഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പ് വിജയിച്ച് ഹേമന്ത് സൊറേൻ സർക്കാർ. മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സൊറേനെ ഉൾപ്പെടുത്തി മന്ത്രിസഭ വിപുലീകരിച്ചു. ജൽജീവൻ പദ്ധതി സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തരാഖണ്ഡിൽ ജനജീവിതത്തെ ബാധിച്ച് കനത്ത മഴ. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന്റെ ഭാഗമായി മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നീസ് മാൻറ്ററോവ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ പ്രസിഡന്റ് ഒരുക്കുന്ന അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി സംബന്ധിക്കും. നാളെ നടക്കുന്ന 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യും. ബ്രിക്സ്, SCO, G20, കിഴക്കൻ ഏഷ്യ ഉച്ചകോടി, UN തുടങ്ങിയവ നടത്തുന്ന ഉഭയകക്ഷി ഇടപെടലുകളുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. നാളെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീ നരേന്ദ്രമോദി സംവദിക്കും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ ഓസ്ട്രിയയിലെത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡർ ബെല്ലനുമായും ചാൻസലർ കാൾ നെഹമറുമായും കൂടിക്കാഴ്ച നടത്തും. സ്ത്രീകളുടെ ആർത്തവ അവധി സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായും മറ്റ് ബന്ധപ്പെട്ടവരുമായും ചർച്ച ചെയ്ത് നയരൂപീകരണം നടത്താൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. ആർത്തവ അവധി നയം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇത് കോടതികൾ പരിശോധിക്കേണ്ട വിഷയമല്ലെന്ന് വ്യക്തമാക്കിയ പരമോന്നത കോടതി ആർത്തവ അവധി അനുവദിക്കുന്നത് സംബന്ധിച്ച കോടതി വിധി സ്ത്രീകളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് നിരീക്ഷിച്ചു. ആർത്തവ അവധി നയത്തിൽ സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്ന സ്വതന്ത്ര തീരുമാനങ്ങളിൽ കോടതി നിർദ്ദേശം തടസ്സമാകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. നീറ്റ് യുജി പരീക്ഷയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേട്ടു. നീറ്റ് യുജി പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ ഉൾപ്പെടെ സുപ്രീം കോടതി പരിഗണനയ്ക്ക് എടുത്തു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. കേന്ദ്ര സർക്കാരിനോടും ദേശീയ പരീക്ഷാ ഏജൻസിയോടും നീറ്റ് ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ട് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. CBI അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും പരമോന്നത കോടതി നിർദ്ദേശിച്ചു. വിശദാംശങ്ങളിലേക്ക്. പരീക്ഷയുമായി ബന്ധപ്പെട്ട 38ഓളം ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചു. ചോദ്യപേപ്പർ ചോർച്ച, OMR ഷീറ്റ് കൃത്രിമം, ആൾമാറാട്ടം, തട്ടിപ്പ് തുടങ്ങിയവ സംഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ പരീക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ആദ്യം പരിഗണിച്ചത്. എന്നാൽ പരീക്ഷ റദ്ദാക്കുന്നത് ഏറ്റവും അവസാനത്തെ മാർഗമാണെന്ന് കോടതി വ്യക്തമാക്കി. പരീക്ഷയുടെ പവിത്രത ഹനിക്കപ്പെട്ടുവെന്ന വസ്തുതയിൽ സംശയമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. എന്നിരുന്നാലും വീണ്ടും പരീക്ഷയ്ക്ക് ഉത്തരവിടുന്നതിന് മുൻപ് ചോർച്ചയുടെ വ്യാപ്തി അറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നേരത്തെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പരീക്ഷ വീണ്ടും നടത്തേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രവും NTA-യും പറഞ്ഞിരുന്നു. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഹർജികളിൽ വാദം കേൾക്കുന്നത് വ്യാഴാഴ്ച തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജൽജീവൻ പദ്ധതി ലക്ഷ്യം കൈവരിക്കാത്ത സാഹചര്യം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും അനൂപ് ജേക്കബ് ആണ് വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ജൽജീവൻ മിഷൻ നിശ്ചലമാകുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളതെന്ന് ആരോപിച്ചു. ജലജീവൻ പദ്ധതിയിലൂടെ 3.5 വർഷത്തിനിടെ 19.5 ലക്ഷം കണക്ഷൻ നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടിയായി പറഞ്ഞു. കേന്ദ്രവിഹിതം കൃത്യമായി വിനിയോഗിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ഝാർഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച് ഹേമന്ത് സൊറേൻ സർക്കാർ.
പ്രമേയത്തിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതൃത്വത്തിലുള്ള സഖ്യം 45 പേരുടെ പിന്തുണയോടെയാണ് വിജയിച്ചത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നു. വോട്ടിംഗിനിടെ പ്രതിപക്ഷം ബഹളമുണ്ടാക്കുകയും സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. വിശ്വാസ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച ഹേമന്ത് സോറൻ ഈ മാസം 4-നാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭയിൽ വിശ്വാസ പ്രമേയം വിജയിച്ചതിന് പിന്നാലെ മന്ത്രിസഭ വിപുലീകരിച്ച് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. മുൻ മുഖ്യമന്ത്രി ചമ്പൈ സൊറേനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. JMMൽ നിന്നും 6 പേരും കോൺഗ്രസിൽ നിന്നും 4 പേരും ഒരു RJD MLAയുമാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മണിപ്പൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംഘർഷ ബാധിതരുമായി സംവദിച്ചു. സംഘർഷത്തെ തുടർന്ന് ജിരിബാം ജില്ലയിൽ അഭയം തേടിയ കുടുംബങ്ങളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. ചുരാചാന്ദ്പൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കോൺഗ്രസ് നേതാവ് സന്ദർശിച്ചു. മണിപ്പൂർ ഗവർണർ അനുസൂയ ഉയ്ക്കെയുമായും ശ്രീ രാഹുൽ ഗാന്ധി ഇംഫാലിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കഴിഞ്ഞ 10 വർഷത്തെ NDA ഭരണത്തിൽ രാജ്യം വലിയ പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L. മുരുകൻ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവാരത്ത് BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDA സർക്കാർ ആന്ധ്രാപ്രദേശിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ സംസ്ഥാനത്തിന്റെ പുരോഗതി വേഗത്തിലാക്കുമെന്നും ശ്രീ മുരുകൻ വ്യക്തമാക്കി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നേതൃത്വം നൽകുന്ന സ്വച്ഛത പഖ്വാദ ക്യാമ്പയിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്തെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ശുചിത്വത്തിലേക്കുള്ള സുസ്ഥിരമായ മുന്നേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ആരോഗ്യകരമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. LPG മസ്റ്ററിംഗിന് വാർഡ് തലത്തിൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു. LPG ഉടമകൾ ഗ്യാസ് ഏജൻസിയിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പ്രതിപക്ഷ നേതാവ് കത്തിൽ വ്യക്തമാക്കി. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ തീരമേഖലകളിലും മധ്യമേഖലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. അതേസമയം ഉത്തരാഖണ്ഡിലെ കുമയോൺ മേഖലയിൽ കനത്ത മഴ സാധാരണ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ചമ്പാവത്ത്, ഉദ്ധം സിംഗ് നഗർ, പിത്തോരാഗഡ് ജില്ലകളിൽ രാത്രി വൈകി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരവാസികൾ ജാഗ്രത പാലിക്കണം. 2023 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറി. സംസ്ഥാന സർക്കാരിന്റെ 2022-23 ധനകാര്യ വിനിയോഗ അക്കൌണ്ടുകളുടെ നിരീക്ഷണങ്ങൾ അടങ്ങിയതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. പാരീസ് ഡയമണ്ട് ലീഗ് അത്ലറ്റിക് മീറ്റിൽ ഇന്നലെ നടന്ന വനിതകളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ കെനിയൻ താരം ഫെയ്ത്ത് കിപ്പിയെഗോണിന് ലോക റെക്കോർഡ്. കഴിഞ്ഞ വർഷം ഇറ്റലിയിലെ ഫ്ലോറൻസിൽ വെച്ച് നേടിയ സ്വന്തം ലോക റെക്കോർഡാണ് അവർ മെച്ചപ്പെടുത്തിയത്. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ തീർത്ഥാടകർക്ക് തടസ്സമില്ലാത്ത മൊബൈൽ സേവനങ്ങൾ ഉറപ്പാക്കാൻ ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും ദേശീയ പരീക്ഷാ ഏജൻസിയും ബുധനാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. 3 ദിവസത്തെ റഷ്യ, ഓസ്ട്രിയ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്. ആർത്തവ അവധി സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് നയരൂപീകരണം നടത്താൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. ജാർഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പ് വിജയിച്ച് ഹേമന്ത് സൊറേൻ. മുൻ മുഖ്യമന്ത്രി ചമ്പൈ സൊറേനെ ഉൾപ്പെടുത്തി മന്ത്രിസഭ വിപുലീകരിച്ചു. ജൽജീവൻ പദ്ധതി സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തരാഖണ്ഡിൽ ജനജീവിതത്തെ ബാധിച്ച് കനത്ത മഴ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.